ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആപ്പിൾ ഫിസ് ആണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ആപ്പിൾ, കുറച്ച് നാരങ്ങ നീര്, പുതിന ഇല, പിന്നെ സോഡ. ഫിസ് വേണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സോഡ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ആപ്പിൾ ഫിസ് അല്ലെങ്കിൽ ആപ്പി ഫിസ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത്, ഞാനിവിടെ 2 ഗ്ലാസ്സിനുള്ള അളവാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഒരു ആപ്പിള് തൊലി കളഞ്ഞ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാതിരി ഒരു 10-12 ഇല പുതിന ഇല വെച്ചിട്ടുണ്ട്. മിൻറ്റ് ലീവ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു നാരങ്ങയുടെ നീര് വേണം. ഓക്കെ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര വേണം. പിന്നെ സോഡ. ഓക്കെ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കിൻലയുടെ സോഡയാണ്. അപ്പം അതും ഏതെങ്കിലും ഒരു സോഡയും കൂടെ വേണം. ഓക്കെ. അപ്പം നമുക്ക് ഇനി മിക്സഡ് ജാറിലോട്ട് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം മിക്സഡ് ജാറിലോട്ട് നമ്മൾ ഒരു ആപ്പിള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് പുതിന ഇല, ഒരു 10-12 പുതിന ഇല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2 പേർക്കുള്ള അളവാണ്, 2 ഗ്ലാസ് വരുന്ന ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് മതിയെങ്കിലും അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. നമുക്ക് നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ ജ്യൂസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി അരിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വന്ന ശേഷം കാണിച്ചു തരാം. ഓക്കെ. ഇപ്പം നന്നായി അരഞ്ഞിട്ടുണ്ട്. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആപ്പിൾ കളർ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാനിപ്പോൾ ഗ്രീൻ കളറിൽ തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് പൾസിലിട്ട് എടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഓക്കെ. ബാക്കിയുള്ള 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് എടുത്തതാണ്. ഇനി നമുക്ക് ഇത് 1 ഗ്ലാസ് നമുക്കിപ്പോൾ സെർവ് ചെയ്യാം. ബാക്കി ഞാൻ ഹസ്ബൻഡിന് കൊടുക്കുന്നുള്ളൂ. ഇപ്പം എനിക്ക് 1 ഗ്ലാസ് സെർവ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലോട്ട് നമ്മൾ ഏകദേശം ഒരു പകുതി ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി സോഡ പൊട്ടിച്ച് ഒഴിക്കാം. ഇത് ഓൾറെഡി തുറന്ന സോഡയാണ്, കൊണ്ട് അത്ര ഫ്ലേവർ ഇല്ല, അല്ലെങ്കിൽ അത്ര ഗ്യാസ് ഇല്ല. ഇതിൽ കുറച്ച് കുറവാണ്. എന്നാലും നല്ല പുതിയതായിട്ട് അപ്പോൾ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫിസി ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ ആപ്പിൾ ഫിസ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. സൂപ്പറായിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പുതിനയുടെ ഫ്ലേവർ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. വെറും ആപ്പിൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. സൂപ്പർ ടേസ്റ്റാണ് ഇത്.
കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഓവറാക്കുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.